സ്ട്രെസ് ഓഡിറ്റിന്റെ ഈ വർക്ക്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളിൽ ചിലര് വെരി ലോയിലുണ്ട് എന്ന് പറഞ്ഞ സ്ട്രെസ്സേ ഇല്ല. ചില കാര്യങ്ങളിൽ സ്ട്രെസ്സേ ഇല്ല, അത് പാടില്ല. കംപ്ലീറ്റ് സ്ട്രെസ്സേ ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവില്ല. ഒരു കുറച്ച് സ്ട്രെസ് വേണം, നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള അവസ്ഥ വരും. ക്ലിയർ അല്ലേ? എന്നാൽ ഹൈ സ്ട്രെസ്സിലേക്ക് പോയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം അവരുടെ? വലിയ പ്രശ്നമാണ്. ഞാനിങ്ങനെ തമാശയായിട്ട് പറയാറുണ്ട്, ഈ ലോ സ്ട്രെസ്സിലുള്ള പാർട്ടിയോട് അമ്മ ഹോസ്പിറ്റലാണെന്ന് നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുക. കിടക്കട്ടെ, അമ്മയല്ലേ കിടക്കട്ടെ. മീഡിയം ലെവൽ സ്ട്രെസ്സിലുള്ള ആളിനോട് അമ്മ ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അയ്യോ, എന്റെ അമ്മ ഹോസ്പിറ്റലോ? പെട്ടെന്ന് ആശുപത്രിയെ കുറിച്ച് അന്വേഷിക്കുന്നു, രോഗത്തെ കുറിച്ച് അന്വേഷിക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഇനി ഹൈ ലെവൽ സ്ട്രെസ് ഉള്ളവനോട് അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ചത്തടിക്കുന്നു, ഇട്ടോ പൊത്തോ താഴെ. അപ്പൊ ഇത് നമ്മൾ ശരിക്കും മാനേജ് ചെയ്യണം. സ്ട്രെസ് ഓഡിറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എവിടെയാ നിൽക്കുന്നതെന്ന് ആരറിയണം? നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞേ മതിയാവും.